KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള കെ സുധാകരന്റെ മടങ്ങിവരവിൽ വിവാദങ്ങളുടെ ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ. നേതൃത്വം മാറിയതുകൊണ്ട് മാത്രം കാര്യമില്ല. സംഘടനാ സംവിധാനത്തിന്റെ ദൗർബല്യം എല്ലായിടത്തുമുണ്ട്. താഴെത്തട്ടിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. തൃശൂരിൽ UDF-ന് പരാജയഭീതിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. അല്ല, അതിലൊരു വിവാദത്തിൻ്റെ ആവശ്യം? കാരണം പ്രസിഡന്റ് എന്നാൽ എനിക്ക് ഒഫീഷ്യലായപ്പോഴും പ്രസിഡന്റ് ശ്രീ സുധാകരൻ തന്നെയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയായ സ്ഥിതിക്ക് ചാർജ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ്. ആ ചികിത്സ കഴിഞ്ഞ് വരുമ്പോഴേക്കും കൗണ്ടിങ് ആവും. കൗണ്ടിങ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. ഇവിടെ എന്തായാലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. സംഘടനാ സംവിധാനത്തിൻ്റെ ദൗർബല്യം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക. അല്ലാതെ മേലെ തട്ടിൽ മാത്രം മാറ്റിയതുകൊണ്ട് ഒരു കാര്യവുമില്ല. UDF-ന് ഒരു പരാജയ ഭീതിയും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇലക്ഷൻ വിജയത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച അന്തർധാര നടന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഭാഗമാണ് ജയരാജനും ജാവേദ് ഖുറേഷിലുള്ള കൂടിക്കാഴ്ച. അതൊക്കെ തൃശ്ശൂർ പല സ്ഥലത്തും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ദീപക് മലയമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക് മലയമ്മ, രണ്ട് കാര്യങ്ങളിലാണ് ഇപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് കെ സുധാകരന്റെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മടങ്ങി വരവാണ്. കെ സുധാകരൻ തന്നെ ആവശ്യപ്പെട്ടു, എപ്പോഴാണ് ഞാൻ വരേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കെ മുരളീധരൻ പറയുന്നു, വോട്ടെണ്ണി തീർന്നിട്ടേ അതുണ്ടാകൂ, അതുവരെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കട്ടെ എന്നുള്ള ഒരു പ്രതികരണമാണല്ലോ നടത്തുന്നത്. രണ്ടാമത്തേത് തൃശ്ശൂരാണ്. ദീപക്, തൃശ്ശൂരിൽ വിജയം ഉറപ്പാണ് എന്ന് പറയുമ്പോഴും ഈ അന്തർധാരയെക്കുറിച്ച് വീണ്ടും പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? സുജയ പറഞ്ഞതുപോലെ തന്നെ കെ സുധാകരന് എതിരെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം പ്രത്യക്ഷത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്ന് കാണുന്നത്. പക്ഷേ സംഘടനാപരമായ ദൗർബല്യം പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പൊതുവിലയിരുത്തൽ അത് ആ നിലയ്ക്ക് തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ സെമി കാഡർ ഉൾപ്പെടെ നേരത്തെ കെ സുധാകരൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളിൽ എന്താണ് നിലപാട് എന്നുള്ള കാര്യവും കെ മുരളീധരൻ്റെ അടുത്ത് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് സെമി കാഡർ അല്ല വേണ്ടത്, മറിച്ച് താഴെ തട്ടിലുള്ള CUC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്ക് പോകണമെന്നുള്ള ഒരു സമീപനം കെ മുരളീധരൻ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ കെ സുധാകരൻ്റെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നതാണ്. പ്രത്യേകിച്ച് കെ സുധാകരനെ സംബന്ധിച്ച ഇത്തരത്തിൽ സ്ഥാനം തിരിച്ചു കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമർഷമുണ്ട് എന്ന തരത്തിൽ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നതാണ്. പക്ഷേ ആ സമയത്ത് പോലും പൂർണ്ണമായും സുധാകരനെ തള്ളിപ്പറയാൻ കെ മുരളീധരൻ തയ്യാറാകുന്നില്ല എന്നുള്ള സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ തൃശ്ശൂരിൽ നേരത്തെ തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം അന്തർധാര CPM BJP അന്തർധാരയുണ്ടായി എന്നുള്ളതാണ്. അത് ഇപ്പോഴും ആവർത്തിക്കുകയാണ് കെ മുരളീധരൻ. കൃത്യമായി ഒപ്പം തന്നെ EP ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് പോലും അത്തരത്തിൽ അന്തർധാരയുടെ ഭാഗമായാണ് എന്നുള്ള നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം പരാജയ ഭീതി ഒട്ടും തന്നെ ഇല്ല, വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള നിലപാട് തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെന്നുണ്ടെങ്കിൽ ജൂൺ 4-ലേക്ക് എത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ കെ സുധാകരൻ്റെ കാര്യത്തിൽ മടങ്ങിവരവ് സംബന്ധിച്ച് എളുപ്പത്തിൽ സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ളത് പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ കാര്യം സംസാരിച്ചതാണ് എന്നുള്ള നിലപാടിൽ ഒരു മയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് കെ മുരളീധരൻ ഇന്ന് പോകുന്നതാണ് കാണാനും സാധിക്കുന്നത്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.